Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. മൈക്രോഗ്രീൻസ് എങ്ങനെ നല്ല ബുഷി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടും വളർത്തിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അതാരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ പോയി കാണുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈക്രോഗ്രീൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ 2 നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മൈക്രോഗ്രീൻസ് കട്ട് ചെയ്തെടുക്കാം. മൈക്രോഗ്രീൻസ് കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ വേര് ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുള്ള മൈക്രോഗ്രീൻസ് ആണ്. അപ്പോൾ വേരെടുക്കാത്തതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വേരിൻ്റെ ഭാഗത്ത് കുറച്ച് കട്ടിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു 5-6 ദിവസത്തിനുള്ളിൽ എടുക്കുന്ന മൈക്രോഗ്രീൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് ഉൾപ്പെടെ എടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും വേരും. പിന്നെ ഒരു കാര്യം, മുതിരയാണ് ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. മുതിര, വൻപയർ, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. മുതിര നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറമേയുള്ള ആ ഒരു തൊലി വിട്ടുപോകാൻ കുറച്ചധികം ദിവസം എടുക്കും. അപ്പോൾ അത് നന്നായിട്ട് കഴുകി മാറ്റിയതിന് ശേഷം എടുക്കുക. അതെല്ലാം ഇങ്ങനെ പതുക്കെ ഒന്ന് അടർത്തി മാറ്റിയിട്ടെടുക്കണം. മുതിര ചെയ്യുമ്പോഴാണ് അങ്ങനെ നമുക്കുണ്ടാകുന്നത്. പയറിൻ്റെയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇപ്പോൾ 2 തരത്തിലുള്ള സ്മൂത്തിയാണ് ചെയ്യുന്നത്. ആദ്യം ഉപ്പ് ചേർത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മൂത്തി നമുക്ക് നോക്കാം. മൈക്രോഗ്രീൻസ് മിക്സഡ് ആയിട്ട് എടുത്താൽ ടേസ്റ്റ് കൂടും. അപ്പോൾ കുറച്ച് മൈക്രോഗ്രീൻസ് എടുക്കുക. മൈക്രോഗ്രീൻസിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്മൂത്തിക്ക് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ മൈക്രോഗ്രീൻസ് ചേർക്കാം. അതെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ മൈക്രോഗ്രീൻസിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ചുവ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മൈക്രോഗ്രീൻസ് ഒരു ചെറിയൊരു പിടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് 3-4 പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാലഡ് കുക്കുംബറാണ്. അതൊരു ചെറുതാണെങ്കിൽ ഒരെണ്ണം ഫുള്ള് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പകുതി എടുത്താലും മതിയാവും. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. തൈര് ചേർക്കുമ്പോൾ മാക്സിമം പുളി കുറവുള്ള തൈര് നോക്കി ചേർക്കുക. ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരു സ്മൂത്തി ആകുമ്പോൾ നമുക്ക് ഏതിൻ്റെ ഫ്ലേവറാണോ കൂടുതൽ ഇഷ്ടം അതനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതൊരു ഹെൽത്തി സ്മൂത്തിയാണ്. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായെന്ന് വരില്ല. ഒരു ഡയറ്റ് റെസിപ്പി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഉപ്പ് ചേർത്തുള്ളതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. മധുരം ചേർത്തുള്ളതാണെങ്കിൽ അത് കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. പക്ഷേ ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എല്ലാം നല്ലതുപോലെ അരഞ്ഞു കിട്ടുന്നത്രയും നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഐസ് ക്യൂബ്സും ചേർത്ത് തണുപ്പിച്ച് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് മധുരം ചേർത്തിട്ടുള്ള സ്മൂത്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് മൈക്രോഗ്രീൻസ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ റോബസ്റ്റയാണ് ചേർത്തേക്കുന്നത്. ഏത് പഴമായാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ ഡേറ്റ്സോ ഒക്കെ ചേർക്കാം. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടത് നല്ല തണുത്ത് കട്ടിയായിട്ടുള്ള പാലാണ്. പാലിൻ്റെ അളവ് ഇതിന് എത്രത്തോളം ലൂസ് വേണമെന്നനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് എടുക്കണം. മിക്സിയിൽ കുറച്ച് നേരം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതെല്ലാം കൂടെ മിക്സായി കിട്ടുള്ളൂ. നമ്മുടെ മൈക്രോഗ്രീൻസ് നന്നായിട്ട് അരഞ്ഞ് ചേരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുറച്ച് നേരം നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിനകത്ത് ഞാനിപ്പം മധുരം ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് അടിച്ചതിന് ശേഷമാണ് ഞാൻ തേൻ ചേർത്ത് കൊടുക്കുന്നത്. 1-2 സ്പൂൺ. അത് നിങ്ങളുടെ
അളവിനനുസരിച്ച് തേൻ ചേർത്ത് കൊടുക്കാം. അതല്ല പഞ്ചസാരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിക്കുന്ന സമയത്ത് തന്നെ പാലൊക്കെ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നാൽ മാത്രമേ അത് അലിഞ്ഞ് കിട്ടുള്ളൂ. അതല്ല തേനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അവസാനം ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ നല്ല 2 ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഡയറ്റ് റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്